ആറ്റിങ്ങൽ KSRTC സ്റ്റാൻഡിലാണ്. ഒരു ചെറിയൊരു ഊട്ടി യാത്ര, ആരോടും പറയാതൊരു യാത്രയാണ്. അപ്പോൾ രാത്രി 9 മണിക്കാണ് അവിടുന്ന് തിരുവനന്തപുരത്ത് ഇറങ്ങണം. അപ്പോൾ ആറ്റിങ്ങലെത്തുമ്പോൾ ഒരു 10 മണിയാവും. ആറ്റിങ്ങലാണ് നിൽക്കണത്. ആറ്റിങ്ങൽ KSRTC സ്റ്റാൻഡിൽ നിൽക്കണം. എന്താണെന്ന് അറിയില്ല, അപ്പോൾ നോക്കാം. അപ്പോൾ ഒരു വിധത്തിൽ വണ്ടി കിട്ടി. അപ്പോൾ ടിക്കറ്റ് കിട്ടി. 661 രൂപയാണ് ഊട്ടി ആറ്റിങ്ങലും തൊട്ട് ഊട്ടി വരെയുള്ള റേറ്റ് വന്നിട്ട് ഷിഫ്റ്റിൽ KSRTC ഷിഫ്റ്റിൽ 661 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. അപ്പോൾ ബാക്കിലാണ് സീറ്റ് കിട്ടിയത്. ഏറ്റവും ബാക്കിൽ ഫ്രണ്ടിലാണ് സീറ്റ് കിട്ടിയത്. ബാക്കിൽ സീറ്റിനൊക്കെ കാലിയാണ്. അപ്പോൾ 8 മണിയാകുമ്പോൾ ഊട്ടി എത്തും. ഊട്ടി എത്തിയിട്ട് കാണാം. ഊട്ടിയിലേക്കുള്ള എയർപ്ലെയിൻ കയറിക്കൊണ്ടിരിക്കുകയാണ്. താഴത്തെ മൊത്തം മഞ്ഞാണ്. എത്താറായുള്ളൂ. പൈൻ ഫോറസ്റ്റ്. എത്തുമായിരിക്കും. എന്നിട്ട് റൂം കണ്ടുപിടിക്കും. അത് അതിനുള്ള പരിപാടികളുണ്ട്. നീണ്ട 12 മണിക്കൂറിലെ കാത്തിരിപ്പിന് ശേഷം ഊട്ടി എത്തി. ഊട്ടി ബസ് സ്റ്റാൻഡിലാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു റൂം കണ്ടുപിടിക്കണം. അതിന് ഫുഡ് കഴിക്കണം. അതിനുശേഷം ഊട്ടിക്ക് ഇറങ്ങണം. നല്ലൊരു യാത്രയായിരുന്നു. രാത്രി കയറിയേക്കണോണ്ട് വലിയ മടുപ്പില്ല. വൈകിട്ട് രാവിലെ ആയപ്പോൾ എത്തിയപ്പോൾ മടുപ്പൊന്നുമില്ല. റൂമിൻ്റെ റേറ്റ് വന്നിട്ട് 850. അതിൽ കുറഞ്ഞ റേറ്റുള്ള റൂംസൊക്കെ ഉണ്ട്. അതിൽ കുറഞ്ഞ റേറ്റ്സിനൊക്കെ ഉള്ള റൂംസ് ഉണ്ട് തൊട്ടപ്പുറത്ത്. പക്ഷേ അത്ര ക്ലിയർ ആയിട്ട് തോന്നിയില്ല റൂം. അത് ചുമ്മാ ഒരു ഭയങ്കര ലോക്കൽ സെറ്റപ്പുള്ള റൂമാണ്. അപ്പോൾ അതെടുത്തില്ല. അപ്പോൾ എൻ്റെ റൂം വന്നിട്ട് 207 3-ാം നിലയിലാണ്. സ്റ്റെപ്പ് കയറി ഇതാണ് റൂം. കൊള്ളാം, സെറ്റപ്പ് കൊള്ളാം. അത്യാവശ്യം കുഴപ്പമില്ല സെറ്റപ്പ് ഉണ്ട്. ഇതാണ് ഊട്ടി ടൗൺ. അവിടെ കാണാനാണ് ഊട്ടി ടൗൺ. അപ്പോൾ ഫ്രഷ് ആവട്ടെ. ബൈ. ഇവിടെയാണ് സ്റ്റേ ചെയ്യണത്. ടൗണിലേക്ക് പോവുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി. ഫുഡ് കഴിച്ചിട്ട് ബാക്കി പരിപാടി. ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ പോവുകയാണ്. ഊട്ടി ടൗൺ അടുത്ത് തന്നെയാണ് ഞാൻ റൂം എടുത്തേക്കുന്നത്. റൂം ഇവിടെ നിന്നൊരു ബസ് സ്റ്റാൻഡിൽ നിന്നൊരു 100 മീറ്റർ അടുത്താണ് റൂം എടുത്തത്. തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ മൊത്തം നോക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല. വ്ലോഗ് ചെയ്യണ കണ്ടിട്ടായിരിക്കും. ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ അടുത്തുള്ള ഹോട്ടലിലേക്ക് പോവുക. ഇവിടെ അടുത്തൊരു ഹോട്ടലുണ്ട്. രാധിക ചെട്ടിനാട് വെജ് ആൻഡ് നോൺ വെജ്. ഇവിടുത്തെ ഫുഡ് കൊള്ളാം. ഇവിടെ കയറാം. ഇവിടെ മുൻപ് വന്നപ്പോൾ കയറിണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പറയാം. ഇതാണ് ഇവിടുത്തെ വില വിവരങ്ങൾ. ഫുഡ് ഓർഡർ ചെയ്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫുഡ് വന്ന്.
ഈ പൊടി ദോശയും ഒരു ഓംപ്ലേറ്റുമാണ് പറഞ്ഞേക്കണത്. ആ ചട്നി എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാണിക്കാം. 150 രൂപയാണ്. ഫുഡും അടിപൊളിയാണ്. ഫുഡ് കൊള്ളാം. ഇതിൽ വരുമ്പോൾ ഇവിടെ നിന്ന് കഴിക്കാം. ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഒരു ബൈക്ക് ഒപ്പിക്കണം, അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും കറങ്ങാനുള്ള സെറ്റപ്പ് നോക്കണം. ഫുഡ് കഴിച്ച് വരെ ഇറച്ചി ഇപ്പോൾ ഇവിടെ എവിടെയെങ്കിലും കറങ്ങാനുള്ള സെറ്റപ്പ് നോക്കണം. ഒരുപാട് ടാക്സി കാര്യങ്ങളെല്ലാം ഉണ്ട്. ടാക്സി റെന്റിന് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹോട്ടൽ വന്നിട്ട് ഇത് ഒരു സ്റ്റാച്ചു ഉണ്ടല്ലോ, ആ സ്റ്റാച്ചുവിൻ്റെ നേരെ സൈഡിലായിട്ട് രാധിക ചെട്ടിനാട് ഹോട്ടൽ. ലോക്കൽ വണ്ടിയാണ്. ഇവര് ലോക്കൽ ഗൈഡും ഒരാൾക്ക് 150 രൂപ വെച്ചു. അതുപോലത്തെ ഒരു ചെറിയൊരു ട്രാവൽ ബസ് പോലെ സെറ്റ് ചെയ്തിട്ട് അവർ അത്യാവശ്യം 10-20 സ്ഥലം ഫോട്ടോ കൊണ്ടേ കാണിക്കും. അല്ലാതെ ഒറ്റയ്ക്ക് വരുന്നവർ ഫാമിലിയായിട്ട് വന്നവർ ഏറ്റവും നല്ല പരിപാടിയാണ്. സ്വന്തം കാറ് എല്ലായിടത്തും ഓടുന്നുണ്ട് എല്ലാം പറ്റുമല്ലോ. അതിന് ഭേദം നമുക്ക് ഇതുപോലെ വണ്ടികൾ പൈസ കൊടുത്ത് ഒരാൾക്ക് 300 രൂപ 350 രൂപ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഓരോ സ്കൂട്ടി കൊണ്ടേ കാണിക്കും നമ്മളെ. വൈകിട്ട് ഒരു 6 മണി വരെ ഉണ്ട്. ഇതിപ്പോൾ ഊട്ടി ലേക്കിൻ്റെ സൈഡിൽ കൂടിയാണ് ഇവർ പോകുന്നത്. പിന്നെ ഈ കയറിയേക്കുന്ന വണ്ടി മാറി കയറണം. അവിടെ പ്രൈവറ്റ് സ്റ്റാൻഡിൽ നിന്ന് അവർ തന്നെ കയറ്റി വിട്ടേക്കാണ്. ഈ വണ്ടി ഓൾറെഡി ഫുള്ളാണ്. അടുത്ത ഷോപ്പിൽ നിന്ന് ആൾക്കാർ കയറും. അപ്പോൾ ഡ്രൈവർ വേറെ പുള്ളീനെ അറേഞ്ച് ചെയ്ത് വേറെ വണ്ടിയിലേക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്യും. വണ്ടിയിലേക്ക് തന്നെ എന്താണ് ഊട്ടി ബോട്ട് ഹൗസ്. അതുപോലെ സ്ഥലമാണിത്. ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വന്നത് ഈ സൈഡിലാണ്, ഊട്ടി ബോട്ട് ഹൗസിലാണ്. ഷെയറിംഗ് ആണ്. ഒരാൾക്ക് സീറ്റിന് 300 രൂപ 350 രൂപ മേടിക്കുന്നത്. അപ്പോൾ എന്നെ വേറെ വണ്ടിയിലേക്ക് ആക്കി. ഈ വണ്ടിയാണ് സീഗൽ. പുള്ളിയാണ് ആള്. ഇപ്പോൾ ഫസ്റ്റ് ഇത് വന്നിരിക്കുന്നത് ലേക്കിലാണ്, ഊട്ടി ലേക്കിൽ. ഇപ്പോൾ തന്നെ 10:45. 15 മിനിറ്റ് സമയം തന്നിട്ടുണ്ട്. 11 മണി വരെ സമയം തന്നിട്ടുണ്ട്. ഇത് നേരത്തെ വന്നതാണ്. ഒരു അരമണിക്കൂർ മുന്നേ വന്നതാണ്. ഞാൻ വൈകിപ്പോയി. 9:00 വണ്ടി എടുക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ ടിക്കറ്റ് എടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. ഇതിൻ്റെ അകത്ത് കയറാൻ വേണ്ടി എൻ്റെ മേടിച്ചേക്കണ പൈസ എന്ന് പറഞ്ഞാൽ 350 രൂപയാണ്. 300 രൂപ വണ്ടിയുടെയും 50 രൂപ ഗൈഡിൻ്റെ ഫീസ് എന്ന് പറഞ്ഞു. ശരിക്കും 300 രൂപയാണ് മേടിക്കാറ്. അത് കുഴപ്പമില്ല. 50 രൂപ നമുക്ക് എല്ലാ സ്പോട്ടും കാണാമല്ലോ. എല്ലാം ലോക്കൽ ബസ് കയറി കറങ്ങേണ്ട ആവശ്യമില്ല. അതെല്ലാവരും കൊണ്ടുപോയി നമ്മളെ കറക്റ്റായിട്ട് കാണിക്കും. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ, എൻട്രൻസ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ബോട്ട് ഹൗസിൽ കയറാൻ വേണ്ടി പോവാണ്. ഒരാൾക്ക് 25 രൂപ വെച്ചാണ് എൻട്രൻസ്. തിരക്കുണ്ട്. 11 മണി വരെ സമയമാണ്. ഇപ്പം തന്നെ 10:45. എന്താവുമെന്നറിയില്ല. ജസ്റ്റ് കയറിയിട്ട് ഇറങ്ങാം. ഓൾറെഡി ഇത് മുന്നേ വന്നിട്ടുണ്ടായതുകൊണ്ട് വലിയ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നില്ല. എന്നാലും വന്നതല്ലേ, ചുമ്മാ കയറിയേക്കാന്ന് പറഞ്ഞു. അപ്പം 25 രൂപ കൊടുത്ത് ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കയറുവാണ്. ഇവിടെ ചെക്കിംഗ് ഉണ്ട്, ടിക്കറ്റ് കൗണ്ടർ ചെക്കിംഗ് ഉണ്ട്. ടിക്കറ്റൊക്കെ എടുത്ത് അത് കയറി.
ഇതൊക്കെയാണ് സെറ്റപ്പ് ലേക്കിൽ. ബോട്ടിങ് ചെയ്യണതിന് സെപ്പറേറ്റ് എമൗണ്ട് കൊടുക്കണം. ഇവിടെ കൂടുതൽ ഒരുപാട് ഫാമിലികളാണ് കൂടുതലാണ്. ഫാമിലി പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ ചെറിയ പാർക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബോട്ട് റൈഡ് സമയമില്ല. ബോട്ട് റൈഡിന് സമയമില്ല. പിന്നെ നല്ല റേറ്റാന്ന് തോന്നുന്നു. കുറേ ബോട്ട് സൈഡ് ഉണ്ട്. പെഡൽ ബോട്ടിങ്ങും സ്പീഡ് ബോട്ടിങ്ങും ഒരു ക്രൈറ്റീരിയ ഒരു സ്പേസ് വെച്ചിട്ട് ആ സ്പേസിൻ്റെ അവിടം വരെയാണ് നമുക്ക് വണ്ടി കൊണ്ടുപോകത്തുള്ളൂ. നമുക്ക് ചവിട്ടി പോകാനും പറ്റത്തുള്ളൂ. നമുക്ക് സംഭവം ലേക്കിൽ ബോട്ടിംഗ് ആണ് മെയിനായിട്ടുള്ള ഇതുള്ളൂ. നമുക്ക് അതിനോട് താല്പര്യമില്ല. നമ്മൾ ഓൾറെഡി ഇതിൽ വന്ന് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് താല്പര്യമില്ലാത്ത. ഇവിടെ ഒരുപാട് ഷോപ്പിംഗ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഫുഡ് കഴിക്കാനുള്ള പരിപാടി, കരിമീൻ ജ്യൂസ് പരിപാടി എല്ലാം ഉണ്ട് ഇവിടെ. ഫോട്ടോ ഒരു ചിറകൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോ സോണൊക്കെ ഉണ്ട് ഇവിടെ. നല്ല രസമുണ്ട് കാണാൻ. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ബോട്ട് റൈഡിന് എത്ര രൂപയാണെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. പോയി ചോദിച്ചു നോക്കിയിട്ട് വരാം. മാഡം ടിക്കറ്റ് എങ്ങനെയാണ് റേറ്റ് വരുന്നത്? ഒരാൾക്കാണെങ്കിൽ ഉണ്ടെങ്കിലോ ഉള്ള 6 ആൾക്കാകുമ്പോൾ എങ്ങനെയാണ് റേറ്റ്? എവിടെയാണ്? ഫ്രണ്ടിലോ? ഓ ശരി ശരി. അപ്പം ഇവിടെയല്ല, കൗണ്ടർ അവിടെയാണെന്ന്. ഇതാ നിൽക്കുന്ന ആ കാണുന്നതാണ് കൗണ്ടർ. ആ കൗണ്ടറിൽ അവിടെ പോയാണ് ചോദിക്കേണ്ടത്. അപ്പോൾ അവിടെ പോയി ചോദിക്കാം. എഴുതി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. 6 ആൾക്ക് ഫുള്ളായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ കയറ്റുള്ളൂ. ഇതിൽ എഴുതിയേക്കണമെന്ന് വെച്ചാൽ ഒരാൾക്ക് 6 സീറ്റ് 825 രൂപ, 8 സീറ്റ് 975 രൂപ, 10 സീറ്റ് 1175 രൂപ, 15 സീറ്റ് 1700 രൂപ. അഡീഷണൽ പേഴ്സൺ 125 രൂപ. അതാണ് റേറ്റ്. അപ്പോൾ നമ്മൾ ബോട്ടിലൊന്നും കയറുന്നില്ല. നമ്മളിങ്ങനെ ബോട്ട് ഹൗസിലെ ഭംഗിയൊക്കെ കണ്ട് ഇങ്ങനെ തേരാപ്പാര നടക്കുക. അപ്പോൾ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് നടന്നു പോവുകയാണ്. അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാനേ. ചോക്ലേറ്റൊക്കെ പറ്റിയ സംഭവം സെറ്റപ്പൊക്കെ ഉണ്ട്. ചോക്ലേറ്റ് വരുന്ന സെറ്റപ്പ്. കുറേ ഗെയിംസിൻ്റെതാണ്. ഈ ഗെയിമിന് 70 രൂപയാണ് ഒരാൾ. ഇത് പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ സ്ഥലമാണ്. ചെയറൊക്കെ ഉണ്ട്. ഗെയിം സോണാണ് മൊത്തം. അകത്തേക്ക് കയറില്ല, പിള്ളേർ മൊത്തം ഉണ്ട്. അകത്തേക്കൊന്നും കയറുന്നില്ല. തിരിച്ചു പോവാം. 11 മണി ആവുന്നു. അപ്പോൾ തിരിച്ച് വണ്ടി കയറാം. അടുത്ത സ്പോട്ടിൽ കയറുക. ഇവിടെ കുതിര സവാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എക്സിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഇതാണ് കുതിര. നല്ല രസമുണ്ട് കുതിര കാണാൻ. വെള്ള കുതിര.
റേറ്റ് വന്നിട്ട് ഹാഫ് റൗണ്ട് 125, ഫുൾ റൗണ്ട് 250, ഡബിൾ റൗണ്ട് 500. റേറ്റ് ആർ പെർ ഹെഡ് ആൻഡ് ഫിക്സ്ഡ്. എല്ലാം ഫിക്സഡ് ചാർജസ് ആണ്. പക്ഷേ ചെറുതായിട്ടൊക്കെ ബാർഗൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ റേറ്റൊക്കെ കുറച്ച് തരും. നല്ല അടിപൊളി കുതിരകളൊക്കെ ഉണ്ട്. വെള്ളക്കുതിര, നല്ല അടിപൊളി കുതിര. അടിപൊളി കുതിര. എക്സിറ്റ് ചെയ്ത് വണ്ടീൻ്റെ അടുത്തേക്ക് പോവാണ്. 11 മണിയാവാറായി. അപ്പോൾ അടുത്ത സ്പോട്ടിലേക്ക് പോകണം. പോകാൻ വേണ്ടി വണ്ടിയുടെ അടുത്തേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. വണ്ടിയുടെ അടുത്തൊക്കെ എത്തി. അടുത്ത സ്പോട്ടിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. സ്പോട്ടി ടൗൺ ആകുന്നു. സ്പൾബർ ഡ്രൈവറാണെന്നാണ് സ്പൾബറായി. नीचे एक स्पॉट है, उसके नाम KT वैली व्यू. पूरा ऊटी का फेमस, वेजिटेबल का फेमस एरिया. टोटली रहते हैं 36 विलेज. और राइट में नीचे देखो ट्रेन जा रहा है. देखो टॉय ट्रेन डाउन साइड. पहले नीचे देखो, ये टॉय ट्रेन का ट्रैक है. ऊटी टू मेटिपलम जाने के लिए 50 किलोमीटर जाते हो ट्रेन में लगते हैं 5 आवर, बस में लगते हैं 2 आवर. सेम रेलवे लाइन. टोटली 5 प्लेस: मेरोटैन, स्विट्जरलैंड, शिमला, दार्जिलिंग एंड ऊटी. तैयार होते पूरा ब्रिटिश लोग. रेलवे लाइन के अंदर भी हिंदी में देखो, ओल्ड में भी 16 पिक्चर. स्टार्टिंग में धर्मेंद्र, अमिताभ बच्चन मिनी ट्रेन में ट्रैवल करने के लिए वो टनल यहाँ पर है. 7वां पिक्चर कमल हासन, श्रीदेवी ट्रेन जर्नी. शाहरुख खान मूवी देखा दिल से. भैया एक मिनट, हेलो हेलो, एक मिनट बात नहीं, बात करो, अलाउंस करना. रहते पूरा सब ट्राइबल लोग, आदिवासी. ये आदिवासी बोलते हो, सही आदिवासी नहीं है. पहले पूरा इन लोग कर्नाटक में रहते. टिप्पू सुल्तान मालूम है ना, उनका प्रेम है यार. साई पल्लवी होते ना हीरोनी, उन लोग रहने वाला है. इसके बिजनेस पूरा विजिटेबल. अभी नेक्स्ट हम लोग जाएगा यहाँ से कुन्नूर. डिस्टेंस 20-30 किलोमीटर, 40 मिनट स्टार्टिंग टाइम. कुन्नूर जाने के अंदर में दे सकते हैं आर्मी एरिया. रोजा पिक्चर, कर्मा पिक्चर शूटिंग. दूर इसके अलो नहीं है. उसके बाद आएगा कुन्नूर में एक छोटी पार्क, सिम्स पार्क. पार्क में इतना कास्ट नहीं है, बाहर से बढ़ेगा इंटरेस्ट होता है. उसके बाद आएगा टी गार्डन, टी प्लांट्स, शूटिंग स्पॉट. बाद में कुन्नूर का कुछ टी ब्रेक है. बाद में जा रहे हैं लैम्सरा, डाल्फिन, सुसाइड पैंट. उसके बाद लंच. उसके बाद ऊटी में आके 1-2 पॉइंट घुमाते 5 to 5:30 के अंदर प्रोग्राम है. सब लोग उतर जो. यहाँ से 20 रुपीज एंट्री है. टेलीस्कोप व्यू पॉइंट है. 10-15 मिनट टाइम है. उतर की पहले सीधा टिकट लेके टेलीस्कोप चलो. उसके बाद आगे पॉइंट है. सब उतर जाओ. ഇവിടെ 20 രൂപ എൻട്രി ഫീസ് ഉണ്ട്. എൻട്രി ഫീസ് പുള്ളിയുടെ ഒരു വലിയ കഥാപ്രസംഗമൊക്കെ കഴിഞ്ഞ് ടൂറിസ്റ്റ് സംഭവത്തിനെ പറ്റിയൊക്കെ പറഞ്ഞ് ഇവിടെ അടുത്തുള്ള സംഭവങ്ങളെ കൊണ്ട് കാണിക്കാൻ പോണ സ്ഥലങ്ങളെ പറ്റി എല്ലാം പറഞ്ഞിട്ട് കഥാപ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഈ 20 രൂപ കൊടുത്ത് ഒരു ടെലിസ്കോപ്പ് ഉണ്ട്. ടെലിസ്കോപ്പ് ഇതായിരുന്നു. ഇത് കാണാൻ, താഴത്തേക്കുള്ള വ്യൂ കാണാൻ വേണ്ടി 20 രൂപ കൊടുത്തിട്ടുള്ളത്. അതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്നാണ് പറഞ്ഞേക്കണത്. ഇത് ഒരു അത് കാണാൻ വേണ്ടിയാണ് ടെലിസ്കോപ്പ്. കണ്ടു നോക്കാം എന്താ അവസ്ഥയെന്ന്. ഇതാണ് വ്യൂ. ഇത് വേറെ ആളെ പറ്റിക്കാനുള്ള ഒരു ടൈപ്പ് സ്പോട്ടാണ്. ഇവരോടത്ത് ജസ്റ്റ് ഇവിടെ വന്ന് ഈ വ്യൂ ആസ്വദിക്കുക. അല്ലാതെ ടെലിസ്കോപ്പിൽ വലിയ കുമ്പൊന്നുമില്ല.
അത്രയൊക്കെ ഉള്ളൂ ഇവിടെ കാണാമെന്നുള്ളത്. ഇതിനാണ് 20 രൂപ കൊടുത്ത് കണ്ടത്. ഷോക്കായിട്ടാണ്. അപ്പോൾ അടുത്തോണം ആൾക്കാർ വരുമ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ കയറാം, ഇല്ലെങ്കിൽ വേറെ സ്പോട്ട് നോക്കാം. ഇവിടെ നോക്കുമ്പോൾ ഒരുപാട് ഇത് കാണാൻ പറ്റും. ഊട്ടിയുടെ ഗ്രാമഭംഗി കാണാം. ഗ്രാമമാണ് മൊത്തം ഉള്ളത്. ഊട്ടിയുടെ ഗ്രാമം. കിടക്കണം നമ്മുടെ വണ്ടി. ഇങ്ങനെ ഡയലോഗ് കേട്ടപ്പോൾ എന്തൊക്കെയോ വലിയ സംഭവമാണെന്ന് ഓർക്കും. പക്ഷെ ഷോ ആയിട്ടാണ് കേട്ടോ. എല്ലാവരും വലിയ കാര്യത്തിന് നോക്കാൻ പോകുന്നുണ്ട്. നമുക്ക് ഒരു തവണ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി വലിയ കുമ്പൊന്നുമില്ല. ജസ്റ്റ് ഒരു എക്സ്പീരിയൻസിന് വന്ന് കണ്ടു പോവാം, അത്രേ ഉള്ളൂ. അല്ലാതെ വലിയ സെറ്റപ്പായിട്ടൊന്നും പറയാനില്ല അത്. പിന്നെ ഇവിടെ ഒരുപാട് ഫോട്ടോ പോയിൻറ്റ്സ് ഉണ്ട്. ഫാമിലിക്ക് വന്നവർക്ക് ഫോട്ടോ എടുക്കാം. ഇവിടെ തന്നെ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഉണ്ട്. അവർ ഫോട്ടോ എടുത്ത് തരും. കുറച്ച് നല്ല നല്ല ഫോട്ടോസൊക്കെ എടുത്ത് തരും അവർ. പിന്നെ ഇവിടെ കോട്ടേജസ് ഉണ്ട്, ചെറിയ ചെറിയ. അതാണ് കോട്ടേജസ്, തരക്കാണാണ് കോട്ടേജസ്. പുള്ളി അനുവദിച്ച് തന്നിരിക്കുന്ന സമയം 15 മിനിറ്റാണ്. 15 മിനിറ്റ് 15 മിനിറ്റ് പോയിട്ട് 2 മിനിറ്റിന് പോലും ഉള്ള ഒരു വകയ്ക്കുള്ളതില്ല. ഈ കൊടുത്ത 20 രൂപയ്ക്ക് ഒരു മുതലും ഇല്ലാത്ത മുതലാണ് അവരിതാക്കണത്. സെക്കൻഡ് സ്പോട്ട് കൂടി എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നറിയില്ല. ആ സ്പോട്ട് പുള്ളി പറഞ്ഞ അടിപൊളിയാണെന്നൊക്കെയാണ് പറയുന്നത്. കുറച്ച് കലിപ്പിലാണ്. ഷെയർ ടാക്സി അല്ലേ, അപ്പോൾ കൂടെ വന്നവർ കറക്റ്റ് ടൈമിൽ വണ്ടി കയറിയില്ല. കുറച്ച് ധൃതിയിലാണ് പുള്ളി. എന്തായാലും എയർപോർട്ട് എത്തിയിട്ട് എന്താ അവസ്ഥയാണ്. Vehicle only allowed, tourist ka visiting only, vehicle side visiting allowed. ട്രെയിനിങ് ഏരിയ ആണ്. അപ്പോൾ അവർക്ക് ഇറങ്ങാനുള്ള പെർമിഷൻ ഇല്ല, ബസ് പോകാനുള്ള ഒക്കെ പെർമിഷൻ ആണെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. Left side, down side for army, weapon, training ground. Army ka training ground left side. अगर लेफ्ट से नीचे पूरा ट्रेनिंग होता देगा डोर में. വണ്ടിക്കാരിന് ചീത്ത പറയുന്നത് ഒരു ആർമി ഓഫീസർ. നോക്കാതെ അങ്ങോട്ട് വണ്ടി എടുക്കുന്നു.
Downside big building, Madras Regiment Center, Army main parade ground. മെയിൻ പരേഡ് റൗണ്ട് ആണ്. पिछड़े का कर्मा, वो डॉक्टर डन का जेल सीन बना है इसके अंदर. रोजा पिक्चर में हीरो किडनैप के बाद मिनिस्टर बात करता वही जगह यहाँ पर है. സ്ഥലം കൊള്ളാം. ये लेसन में रहते पूरा क्रिसमस पे. ലെഫ്റ്റ് സൈഡ് മൊത്തം ക്രിസ്മസ് ട്രീ എന്നാണ് പറയുന്നത്. 1939 to 1945 सेकेंड वर्ल्ड वॉर पिलर. रोजा पिक्चर में हीरो किडनैप करके जाते हैं. सर्कल यहाँ पर है. पिक्चर में बताया कैश में. लेफ्ट साइड डाउन साइड डिफेंस सर्विस स्टाफ कॉलेज ऑफिसर का मेन कॉलेज है लेफ्ट साइड. Only allowed. लेफ्ट साइड गर्लफ्रेंड में देखा पिक्चर हिंदी राजा हिंदुस्तानी. पूछो जरा पूछो गाना आमिर खान जोकर कपड़े डाल के गाना पूरा यहाँ पर बात शूटिंग. ഗോൾഫ് കോട്ട് ഇവിടെ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് മാത്രമേ ഇവിടെ കളിക്കാനുള്ളത് ഉള്ളൂ. മൂന്നാമത്തെ സ്ഥലം ഒരു ഫ്ലവേഴ്സ് ഗാർഡനായിരുന്നു. അവിടെ നിർത്തിയില്ല. എല്ലാവരും പോകാൻ മടിയായതുകൊണ്ട് നിർത്തിയില്ല. നടക്കാൻ മടിയായതുകൊണ്ട് നിർത്തിയില്ല. അടുത്ത സ്ഥലത്തേക്ക് പോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ കുണൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വന്നേക്കണം. ശരിയാണെന്ന് അറിയില്ല പറഞ്ഞത്. ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ടീ പ്ലാന്റേഷനാണ്. ഇവിടെ ഏതോ വലിയ ഫിലിം സ്റ്റാറിൻ്റെയൊക്കെ പ്ലാന്റേഷനൊക്കെ ഉണ്ടെന്നാണ്, ഫാക്ടറിയും പ്ലാന്റേഷനൊക്കെ ഉണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. ഇവിടെ മൊത്തം അടിപൊളിയാണ്. മൊത്തം പ്ലാന്റേഷനാണ്, ടീ പ്ലാന്റേഷനാണ്. മൊത്തം നല്ല തണുപ്പുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂട്ടിന് കുറച്ച് കുരങ്ങളും ഉണ്ട്. കുരങ്ങളെ അടുത്ത് പോയാൽ കടിക്കുമെന്നറിയില്ല, മാന്തോന്നറിയില്ല. നോക്കുന്നുണ്ട്, ഫോൺ പിടിച്ചോണ്ട് പോവോ ആവോ അറിയില്ല. താഴത്തേക്ക് ഇറങ്ങാനാണ് പറയണത് പുള്ളി. താഴത്തേക്ക് ഇറങ്ങി നോക്കാം. ആദ്യം താഴത്തേക്ക് ഇറങ്ങണ്ടെന്നും പുള്ളി പ്രത്യേകം പറയുന്നുണ്ട്. താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അട്ടയുണ്ട്, ചോര കുടിക്കുന്ന അട്ടയുണ്ട്. പണി തരും. താഴത്തേക്ക് ഇറങ്ങാനുള്ള സ്ഥലം ഭയങ്കര കൺജസ്റ്റഡ് ആണ്, ഭയങ്കര തിരക്കാണ്. അവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്ന പരിപാടിയുണ്ട്. ഇവിടെ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. അവിടെ ഫാമിലി അവരിൽ നിന്ന് കപ്പിൾ ഫോട്ടോസൊക്കെ എടുക്കുന്നു. അവിടെ കപ്പിൾ ഫോട്ടോസൊക്കെ എടുക്കണം. അവർ തന്നെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ തരും. ഒരു ഫോട്ടോയ്ക്ക് എന്തോ 200 രൂപ എങ്ങാണ്ടാണ് ചാർജ് ചെയ്യുന്നത് തോന്നുന്നത്. അവർ ഫോട്ടോ പ്രിൻറ്റ് ചെയ്ത് തരും. അവരുടെ കയ്യിൽ കോസ്റ്റ്യൂമും കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. കോസ്റ്റ്യൂം ഭയ്യ ये कॉस्ट्यूम एक्स्ट्रा फीस है, पैसा के साथ फोटो 200 रुपया. अच्छा ठीक है. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ നല്ല തേയിലപ്പൊടിയൊക്കെ കിട്ടും. ഇപ്പോൾ അടുത്ത പോണത് തേയില ഫാക്ടറിയിലേക്കാണ്. തേയില ഫാക്ടറി ഇവിടെ നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ ഉണ്ടെന്നാണ് ബോർഡ് കൊടുത്തേക്കണം. അതാണ് തോന്നുന്നത്. കുറേ കുരങ്ങന്മാരുണ്ട് ഇവിടെ. പക്ഷെ ഇവിടുത്തെ ക്ലൈമറ്റ് അടിപൊളിയാട്ടാ. ഇവിടുത്തെ ക്ലൈമറ്റ് അടിപൊളി, നല്ല തണുപ്പ്, അത്യാവശ്യം തണുപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല രസമുള്ള സ്ഥലം.
ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ എല്ലാവരും താഴത്തേക്ക് ഇറങ്ങാൻ എന്തായാലും താഴത്തേക്ക് ഇറങ്ങിയിട്ട് 2-3 ഫോട്ടോ ഒക്കെ എടുക്കട്ടെ. അവിടെ നിന്ന പരിപാടി നടക്കില്ല. ആൾക്കാർ താഴത്തേക്ക് ഇറങ്ങുമെന്ന് നോക്കി നിന്നാൽ ആൾക്കാർ അവിടെ തന്നെ നിൽക്കും. താഴത്തേക്ക് ഇറങ്ങി നോക്കാം. अरे లేదరా నాకరా బ్యాగ్లో ఉందనుకుంటున్నా పెట్టిన బ్యాగ్ മിക്കവാറും അട്ടകടി കിട്ടുമെന്ന് ഉറപ്പാന്ന് തോന്നുന്നു. ഒരു പേടിയുണ്ട് അട്ടകടി കിട്ടുമോ ഇല്ലേ ഒന്ന്. നീങ്ങണില്ല. ഫ്രണ്ടിലെ ആൾക്കാരാണ്. ഇങ്ങനെ അവർ മുന്നോട്ട് നീങ്ങിയാലാണ് നടക്കുള്ളൂ അങ്ങോട്ട് പോക്ക്. ഒരു ഫോട്ടോ എടുക്കാനുള്ള ഓരോരോ കഷ്ടപ്പാട്. സ്ഥലം അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ പയ്യെ താഴത്തേക്ക് ഇറങ്ങി തുടങ്ങി. ഇറങ്ങണ വഴി മൊത്തം ശോകമാണ്. താഴത്തേക്ക് കടന്ന മേളിലുള്ള ഡ്രൈവർ ഗൈഡ് പറയണത് താഴത്തേക്ക് അധികം പോരുതും, അട്ടടി കിട്ടും എന്നൊക്കെയാണ് പറയണത്. പോകാനുള്ള ഗ്യാപ്പ് കുറവാണ്. നോക്കിക്കൊണ്ടും പോയില്ലെങ്കിൽ പണി കിട്ടും. ഒരു കണക്കിന് താഴത്തെത്താറായി. ഇറങ്ങട്ടെ. അയ്യോ, അങ്ങനെ കുറച്ച് ഭാഗം താഴത്തേക്ക് ഇറങ്ങി. പുള്ളിയാണ് പൊക്കത്തിരുന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുള്ളിയാണ് ഡ്രൈവർ. പുള്ളി പറയണ താഴത്തേക്ക് പോരുത്. പറഞ്ഞാൽ കേൾക്കണമല്ലോ. അപ്പോൾ ഇനി അടുത്ത സ്പോട്ടിൽ പോയിട്ട് കാണാം. അടുത്ത ടീ ഫാക്ടറി ആണെന്ന് പറഞ്ഞത്. ടീ ഫാക്ടറി പോയിട്ട് ബാക്കി വീഡിയോസ് നമുക്ക് കാണാം. ബാക്കി ഇതൊക്കെ കാണാം. ഇന്ന് കേരളമാണ് ടാസ്ക്. ഇങ്ങനെ കുത്തനെ കിടക്കുക. പയ്യെ കയറാം. ഫോണും കൈ വെച്ചുകൊണ്ട് കയറാൻ പാടാണ്. അപ്പോൾ ടീ ഫാക്ടറി എത്തിയിട്ട് കാണാം. അപ്പോൾ ലഞ്ചിൻ്റെ ടൈമായി. ലഞ്ച് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ നിർത്തിയേക്കണം. ഡ്രൈവറെ നിർത്തിയേക്കണം. കൊള്ളാം, നല്ല സ്പോട്ടാണ്. നിർത്തിയേക്കണ സ്പോട്ട് കണ്ടോ, കൊള്ളാം. അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള ഒരു ഹോട്ടൽ. എന്താണ് ഞാൻ പറഞ്ഞേക്കണ ചിക്കൻ ഫ്രൈഡ് റൈസാണ്. വരട്ടെ, വന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ ഫ്രൈഡ് റൈസ് വന്നിട്ടുണ്ട്. ചെറിയൊരു പോർഷനാണ്. എന്തായാലും കഴിച്ചു നോക്കാം. നല്ല ചൂടുണ്ട്. സംഭവം അപ്പോൾ കഴിക്കട്ടെ. കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വീഡിയോസ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറച്ച്. ഫുഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ കൊള്ളായിരുന്നു. വലിയ കുഴപ്പമില്ല. തിരക്കാരില്ലാത്തൊരു ഫുഡ്. ഒരു ഫ്രൈഡ് റൈസ് ആയിരുന്നു. ഫ്രൈഡ് റൈസ് കഴിച്ചത് ഇവിടെ എന്താണ് ക്യൂൻസ് ഓഫ് ഹിൽസ് സൂപ്പർ മാർക്കറ്റ് ആൻഡ് റെസ്റ്റോറൻറ്റ്. കൊള്ളായിരുന്നു. ഒരു വ്യൂ പോയിന്റിലൊന്നും പറഞ്ഞ് ഇറക്കി വിട്ടതാണ്. പക്ഷേ ആ വ്യൂ പോയിന്റിൽ മൊത്തം തിരക്കാണ്, ഭയങ്കര തിരക്ക്. അപ്പം നേരെ അതിൻ്റെ സൈഡിൽ തന്നെ ഒരു മാർക്കറ്റ് ഉണ്ട്. കുറച്ച് ടോയ്സും ചെറിയ സ്ട്രീറ്റ് ഫുഡ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നു. അതിൽ ഇങ്ങനെ നടക്കുവാണ്. അതിൽ ചുമ്മാ തെക്കോട്ടും മുടക്കോട്ടും ഇങ്ങനെ നടക്കുവാണ്. ഇങ്ങനെ ഓരോരോ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിൽക്കാൻ വേണ്ടി. കൂടുതൽ സ്ട്രീറ്റ് ഫുഡും പിന്നെ ചെരുപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ക്യാരറ്റ് ഉണ്ട്. ചൂടായിട്ടുള്ള സാധനങ്ങളാണ് കൂടുതലുള്ളത്.
ഇതിൻ്റെ അകത്ത് എത്രയേ ഉള്ളൂ. ഇനി അടുത്തത് വാക്സ് മ്യൂസിയം ആണ് നമ്മൾ പോകാൻ പോകുന്നത്. അത് കഴിഞ്ഞ് ഐക്കോണിക് ഊട്ടി പ്ലേസ്, എന്താണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. അത് കഴിഞ്ഞാൽ അവരുടെ പരിപാടി കഴിഞ്ഞു. ബൊട്ടാണിക്കൽ ഗാർഡൻ കണ്ടിട്ട് വരാൻ പറഞ്ഞു. 6 മണി വരെ സമയമുണ്ട്. ഇപ്പം 5:10 അപ്പം പയ്യെ കുറച്ചൊക്കെ നടന്നാൽ മതി എന്നാണ് പറഞ്ഞത് പുള്ളി ഡ്രൈവറെ. നമുക്ക് നോക്കാം എവിടം വരെ എന്തോരം നടക്കണമെന്ന്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഊട്ടിയുടെ കാഴ്ചകളിൽ ലാസ്റ്റ് സ്ഥലം. കുറേ സ്ഥലമൊക്കെ കാണിച്ച്, കുറേ വ്യൂ പോയിൻറ്റ്സും, പിന്നെ എല്ലാം ചെറിയ ചെറിയ സ്ഥലങ്ങളാണ്. മെയിൻലി ടൂറിസ്റ്റ് ആൾക്കാർ കൂടുതൽ പോകുന്ന സ്ഥലങ്ങളാണ്. അല്ലാതെ ഭയങ്കര ഡെപ്തായിട്ടുള്ള സ്ഥലങ്ങൾ ആണെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഒരു കാറിലോ ബൈക്കിലോ ഒക്കെ വരേണ്ടി വരും അത് കാണാൻ വേണ്ടി. ഇവർ ഒരു സാധാരണ ഒരു ഫാമിലി വന്നു കഴിഞ്ഞാൽ ഊട്ടി മൊത്തത്തിലൊന്ന് കറക്കി കാണിക്കും. ഒരു ലോ കോസ്റ്റിൽ കറങ്ങാനുള്ള ഒരു തരത്തിലുള്ള വീഡിയോ ആണ് ഞാൻ ഷൂട്ട് ചെയ്തേക്കണെന്ന്. ഇവിടെ നിന്നൊരു 10 മിനിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നടക്കാൻ. 10 മിനിറ്റ് നോക്കാം നമുക്ക് എന്തോരം ഉണ്ടെന്ന്. 10 മിനിറ്റ് എന്നൊക്കെ ഇല്ല, അതിൽ കൂടുതലുണ്ടാവണം ചാൻസ്. ഇതാണ് പോണ വഴി. ഇവിടെ സൈഡിൽ ചെറിയ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഊട്ടിയിൽ ഒരു ലോ ബഡ്ജറ്റിൽ ഒരു ഫാമിലി ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഒരുപാട് പൈസ ചിലവാക്കാതെ ഒരുപാട് സ്കാംസിൽ, ഇവിടെ ഒരുപാട് സ്കാംസ് ഉണ്ട്. അപ്പോൾ അതിൽ എന്താ പറയണ്ടേ, അതിൽ പോയി പൈസ കളയാത്ത ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഹെൽപ്ഫുള്ളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഹെൽപ്പായിരിക്കും. അത്രേ ഉള്ളൂ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡൻ എത്തിയിട്ട് ബാക്കി ഞാൻ കാണിക്കാം. അപ്പോൾ നടന്ന് ബൊട്ടാണിക്കൽ ഗാർഡനിൻ്റെ അടുത്തെത്താറായെന്ന് തോന്നുന്നു. ഒരു ടിബറ്റിയൻ മാർക്കറ്റ് ഇതിൻ്റെ അകത്താണ്. എല്ലാം ചുറ്റിനും മാർക്കറ്റാണ്. എല്ലാ സാധനങ്ങളും കിട്ടും. ടൂറിസ്റ്റ് കൂടുതൽ പർച്ചേസ് ചെയ്യുന്ന ഏരിയയാണ് ഇതെല്ലാം. എന്താവും അറിയില്ല, നോക്കാം. അടുത്തെത്താറായേ ഉള്ളൂ. ബൊട്ടാണിക്കൽ ഗാർഡൻ എത്തി. ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഫ്രണ്ടിലെത്തി. അതാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ഒരാൾക്ക് എൻട്രി ഫീസ് 100 രൂപ എന്തോ കൊടുക്കണം. അതിന് നേരെ സൈഡിലായിട്ട് തന്നെ കുറേ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് ഉണ്ട്, പല വെറൈറ്റികളുള്ളത്. ഒറ്റം വരെ ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് ഉണ്ട്. ഫ്രഷ് ഫ്രൂട്ട്സാണ് മൊത്തം. അപ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡനകത്തേക്ക് കയറാം. കുറേ കാലം ചെയ്യാതെ ഇരിക്കുന്ന ഒരു പൂവാണിത്. എല്ലാവരും പോകുമ്പോൾ, ഇവിടെ നിന്ന് പോകുമ്പോൾ ഇത് മേടിച്ചുകൊണ്ട് പോകാറുണ്ട്. ഒരു കെട്ടിന് 30 രൂപ എന്തോ ആണ്. ഇത് കൊള്ളാം. ഭയങ്കര റഷാണ് ഇന്ന്. ഭയങ്കര റഷാണ്. ഭയങ്കര റഷ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് മലയാളികളും ഉണ്ട് ഇന്ന്. ഒരാൾക്ക് 1000 രൂപ, 100 രൂപ. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറിയിട്ടുണ്ട് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ. അപ്പോൾ ഇതിൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല, കുറേ ചെടികളുണ്ട്. ഇങ്ങനെ നടക്കാൻ കുറേ ചെടികൾ. ഇത് അങ്ങ് മല അങ്ങറ്റം വരെ നടക്കണം. നമുക്ക് 6 മണി വരെ സമയം തന്നിട്ടുണ്ട്.
ബൊട്ടാണിക്കൽ ഗാർഡൻ. ഈ ഊട്ടി വരാൻ പോവാണ്, ഇതുവരെ വരാത്തവർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. എല്ലാ തരത്തിലുള്ള ടൂറിസ്റ്റും ഇവിടെ വന്നിട്ടേ പോകുള്ളൂ. കേട്ടല്ലോ, ഊട്ടി ഭയങ്കര ഫേമസ് ഈ ബൊട്ടാണിക്കൽ ഗാർഡനാണ് കൂടുതൽ ആൾക്കാരുടെ ഇടയിൽ അറിയുന്നത്. പിന്നെ വേറെ കാര്യങ്ങൾക്കും ഫേമസ് ആണ് ഊട്ടി. കൂടുതൽ ബൊട്ടാണിക്കൽ ഗാർഡനാണ് ഒത്തിരി വയസ്സായ പ്രായമായ ആൾക്കാർക്കൊക്കെ അറിയാവുന്നത്, കേട്ട് പരിചയമുള്ളത്. ഇവിടെ ഒരുപാട് മലയാളികളുണ്ട്, ഒരുപാട് ചെടികളുണ്ട്, കണ്ടില്ലേ, ഒരുപാട് പൂക്കളുണ്ട്. ഇതാണ് ഫുള്ള് പൂക്കളാണ്, അങ്ങേറ്റം തൊട്ട് അങ്ങേറ്റം വരെ പൂക്കളാണ്. ഞാൻ പയ്യെ ഇതിൻ്റെ സെൻറ്ററിൽ കൂടി ഇങ്ങനെ നടക്കും. ഫുള്ളാണ്. കുറേ ടൂറുകൾ ഉണ്ട് കേരളത്തിൽ നിന്ന്, കുറേ ടൂർ പാക്കേജൊക്കെ എടുത്ത് സ്കൂൾ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ. ഇതിൻ്റെ അകത്ത് കയറാം. ഗ്ലാസ് ഹൗസിൽ നല്ല തിരക്കുണ്ട്. അടിപൊളിയല്ലേ? കുറേ പൂക്കളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ മെയിൻ സ്പെഷ്യൽ സംഭവങ്ങൾ. രസമുണ്ട്, കുറേ പൂക്കളുടെ സ്മെല്ലുണ്ട്, കുറേ വെറൈറ്റി പൂക്കളുടെ സ്മെല്ലുണ്ട്. ഇത് മഞ്ഞ് പിടിച്ചു പോയ തരത്തിലുള്ള ഒരു ചെടിയാണ്. ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങണതിന് തിരിച്ച് തന്നെ നടക്കണം. തിരിച്ച് തന്നെ നടക്കണം. പുറത്ത് ഇതിൻ്റെ സൈഡിൽ കൂടി പോകാൻ നിർത്തും. അവിടെ കയറി അങ്ങോട്ടൊക്കെ ഉണ്ട് വഴി. നടക്കാൻ മടിയായതുകൊണ്ടാണ് അങ്ങോട്ട് പോകാത്തത്. പിന്നെ കുറേ പുല്ല് അടിപൊളിയായിട്ട് സ്ലിപ്പൊക്കെ ചെയ്ത് ഓരോ ഡിസൈനിലും കണക്കാക്കി വെച്ചേക്കാൻ പരിപാടിയൊക്കെ ഉണ്ട്. എന്ത് ഡിസൈനാകാന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഡു നോട്ട് ടച്ച് എന്ന് ചോദിച്ചിട്ടുണ്ട്. കുറേ തരത്തിലുള്ള ഡിസൈനിലെ പരിപാടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഒത്തിരി പിള്ളേർ കാര്യങ്ങളാണ് അവിടെയാണ് നടക്കാനുള്ളത്. ആ സ്പോട്ടാണ് നടക്കാനുള്ളത്. എൻ്റെ അകത്ത് കൂടി കേരള വഴിയുണ്ടെന്ന് നേരത്തെ ഉണ്ടായിരുന്നു. അപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഊട്ടിയുടെ പിള്ളേരുടെ യൂണിഫോം കണ്ട, കോട്ടും സൂട്ടൊക്കെ ഇട്ട്. അതാണ് സ്കൂളിൽ നിന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ചെടികളും കാര്യങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. സെയിൽസ് കൗണ്ടർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നോ എൻട്രി എന്ന്. പക്ഷേ എൻട്രി തന്നെ കയറിയിട്ടുമുണ്ട് എല്ലാവരും. നോ എൻട്രി എന്ന് എഴുതിയാൽ അവിടെ തന്നെ കയറണം. അതാണ്
അത് മലയാളികളാണ്. ഒരു നടുക്കൊരു കുളമുണ്ട്, വലിയൊരു കുളമുണ്ട്. സാധാരണ ആൾക്കാർ ഊട്ടിയിൽ ഇതുപോലത്തെ ഒരു വാൻ വാടകയ്ക്ക് ടാക്സി എടുത്ത് വന്നു കഴിഞ്ഞാൽ 350 രൂപയ്ക്ക് എവിടെ എന്തൊക്കെ കാണിക്കും എന്നുള്ള ഒരു കാണിക്കായ്മയൊന്നുമില്ല. എല്ലായിടത്തും കൊണ്ടുപോയി അവർ മെയിനായിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസിലാണ് അവർ കൊണ്ടുപോയേക്കണം. എല്ലായിടത്തും ഭയങ്കര ഡീപ്പായിട്ടുള്ള സ്ഥലത്ത് പോകണമെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ടാക്സി പിടിക്കണം, അല്ലെങ്കിൽ സെപ്പറേറ്റ് വണ്ടിയിൽ വരണം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഷൂട്ട് ചെയ്ത വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ഇനിയും വരും. ഇപ്പോൾ 8 മണിക്കാണ് ഇന്ന് എൻ്റെ തിരിച്ചു പോക്ക്. KSRTC ഇവിടെ നിന്നുണ്ട് തിരുവനന്തപുരത്തേക്ക്. അപ്പോൾ അത് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടായിരിക്കും ഇനിയും തുടർന്ന് വരാൻ പോകുന്ന വീഡിയോസിൻ്റെ പ്രചോദനം. അപ്പോൾ പ്ലീസ് ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് വരെ ബൈ.